ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഏത് മൂലപാപത്താലാണ് പിശാച് എന്നെ ബന്ധിച്ചിടുന്നത്. ഇതാണ് ഗൗരവമായി നമ്മൾ ധ്യാനിക്കേണ്ടത്. അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പുണ്യം നമ്മൾ അപേക്ഷിക്കുകയും അഭ്യസിക്കുകയും വേണം. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്നൊരു വചനം, ഒരുപക്ഷെ പൗലോസ്ലീഹ അത് പറയുമ്പോൾ പൗലോസ്ലീഹ കൽപ്പനയായിട്ടാണ് പറയുന്നത്. 2 തെസ്സലോനിയ 3-ാം അധ്യായം 10-ാമത്തെ വചനം, ഞങ്ങൾ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി. പൗലോസ്ലീഹ അത് കൽപ്പനയായിട്ട് പറയുന്നു, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. നമുക്കറിയാം, ഈശോ പഠിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 11:28 നമ്മൾ ഒരുപാട് കേൾക്കുന്നൊരു വചനമാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ യേശു തൻ്റെ ആശ്വാസത്തിലേക്ക്, തൻ്റെ സ്നേഹത്തിലേക്ക്, തൻ്റെ അനുഗ്രഹത്തിലേക്ക് വിളിക്കുന്നത് അധ്വാനിക്കുന്നവരെയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം, ഇന്ന് അലസത അനേകരെ തകർക്കുന്ന ഒരു തിന്മയാണ്. അലസത അനേകരെ തകർക്കും എന്ന് പറയുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം, സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ വചനം, സുഭാഷിതം 18:9, മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അപ്പം നമ്മൾ ചിലർ പറയാറില്ലേ, അവൻ കുടിച്ച് കുടിച്ച് എല്ലാം മുടിച്ചു, അവൻ ദൂർത്തടിച്ച് എല്ലാം മുടിച്ചു, ഉണ്ടായിരുന്നതെല്ലാം അവൻ മുടിച്ചു കളഞ്ഞു അല്ലേ? ദൂർത്തടിക്കുന്നവരെക്കുറിച്ച്, മദ്യപിക്കുന്നവരെക്കുറിച്ച്, മദ്യപിച്ച് എല്ലാം നശിപ്പിക്കുന്നവരെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ എല്ലാം ചെലവഴിച്ച് എല്ലാം നശിപ്പിക്കുന്നവരെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്, അവനെല്ലാം മുടിച്ചു, അവനൊരു മുടിയനാണ്. മുടിയൻ എന്ന് വെച്ചാൽ മുടിയുള്ളവനല്ല, മറിച്ച് അവൻ നശിപ്പിച്ചു എന്ന് സൂചിപ്പിക്കാനാണ്. എന്നാൽ വചനം പറയുകയാണ്, മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അപ്പോൾ അലസതയുള്ളവൻ. അപ്പം നമുക്കറിയാം, നമ്മൾ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, അവൻ മുഴുവനും തിന്മയിലാണ്, എല്ലാം നശിപ്പിച്ചു. അപ്പോൾ അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. വചനം പറയുകയാണ്, മടിയൻ മുടിയൻ്റെ സഹോദരനാണ്. അപ്പോൾ അധ്വാനിക്കുക, അലസതയുടെ ആത്മാവ് പ്രിയപ്പെട്ടവരെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പല അധ്യായങ്ങളിൽ ഇത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്, പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാ സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ, വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്നതുപോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്ക്. വിനാഗിരി ഡെയിലി ഉപയോഗിച്ചാൽ പല്ല് ദ്രവിച്ചു പോകും. അല്ലെങ്കിൽ നമ്മൾ പുകയുടെ അടുത്ത് പോയി നിന്നാൽ ദാറ്റ് വിൽ അഫക്റ്റ് അവർ ഐസ്, നമ്മുടെ കണ്ണിനെ അത് ബാധിക്കും. ഇതുപോലെയാണ് ഒരലസനെ ഒരിടത്ത് അപ്പോയിൻ്റ് ചെയ്താൽ, ഒരലസനെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതാ പ്രശ്നം, ആ സ്ഥലം ഇല്ലാതായി പോകും, ആ കാര്യം ഇല്ലാതായി പോകും. അപ്പം നമ്മൾ ഒരു സ്ഥലത്തായിരിക്കുന്നു, ഞാൻ ഒരു ജോലിയിലായിരിക്കുന്നു, ഞാൻ സ്കൂളിലായിരിക്കുന്നു, ഞാനൊരു അധ്വാന മേഖലയിലായിരിക്കുന്നു, ഞാനൊരു കൃഷിയിടത്തിലായിരിക്കുന്നു. ആ കൃഷിയിടം, അത് ഞാനായിരിക്കുന്ന ജോലിയിടം, ഞാനായിരിക്കുന്ന ബിസിനസ് സ്ഥാപനം, ഞാനായിരിക്കുന്ന സ്ഥലം അല്ലേ, അത് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് കിട്ടുന്ന പ്രിവിലേജസിനെ കുറിച്ചാണ്, ഉത്തരവാദിത്തത്തെക്കുറിച്ച്, കടമകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എനിക്കെന്ത് അവകാശം കിട്ടിയെന്നുള്ളതാണ് അല്ലേ? നമ്മൾ ഒരുപാട്, അതിനർത്ഥമുണ്ട്. കാരണം ഒരുപാട് നമ്മൾ ഇപ്പോൾ ചിലർ പറയും അല്ലേ, ചിലർ പറയുന്ന പോലെ, തമാശയ്ക്കാണെങ്കിലും പറയുന്ന പോലെ,
സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോവുക. അവിടെ നമ്മൾ അത് ശരിയായ കൺസെപ്റ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആകരുത്. ഇപ്പോൾ ഒരു സർക്കാർ സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം എങ്ങനെയാണ് നാടിന് മുഴുവൻ അനുഗ്രഹമാകുന്നത്? അതിൽ ഉത്സാഹത്തോടെ, അതിൽ ആത്മാർത്ഥതയോടെ അധ്വാനിക്കുന്നവരാണ് അതിൻ്റെ ശക്തി. അല്ലാതെ അതിനെ നയിക്കുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ നയിക്കുന്നൊരു മന്ത്രിയല്ല. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഏത് പ്രസ്ഥാനവും വളർച്ച പ്രാപിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമാണ്, അല്ലേ? നമ്മൾ ഭക്ഷിക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ അധ്വാനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനം പറയുകയാണ് വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്നതുപോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം, പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം നമ്മൾ വചനം വായിക്കുന്നുണ്ട്. 12-ാം അധ്യായം 24-ാമത്തെ വചനം. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസന്മാർ അടിമവേല ചെയ്യും. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസൻ അടിമവേല ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്താണ് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്? പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. വീണ്ടും 19-ാമത്തെ അധ്യായം സുഭാഷിതം 19:24. അലസൻ കൈ പാത്രത്തിൽ താഴ്ത്തി വയ്ക്കുന്നു, അത് വായിലേക്ക് കൊണ്ടുപോകുവാൻ അവന് പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും പറയുന്നു. സുഭാഷിതം 22. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. അപ്പം ഇത് അലസൻ പറയുന്ന കാര്യം. വഴിയിൽ സിംഹമുണ്ട്, പുറത്തേക്ക് നമുക്കറിയില്ല. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും. നാളെ ഏതെങ്കിലും ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ് ഇന്ന് പനി, വയറുവേദന, അല്ലേ? ഇതാണ് വചനം പറയുന്നത്. സിംഹമുണ്ട്, പുറത്ത് സിംഹമുണ്ട്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇത് ബൈബിൾ അന്ന് പറഞ്ഞൊരു ഭാഷ ഉപയോഗിച്ചു, നമ്മൾ അതിന് കാരണം ഉപയോഗിക്കും, അല്ലേ? മിക്കവർക്കും, അല്ലെ, മിക്ക ടെസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോംവർക്ക് ചെയ്തുകൊണ്ട് പോകാനുണ്ട്. മിക്കവർക്കും ഇത് വരും, പനി വരും, തലവേദന വരും, വയറുവേദന വരും. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടെത്തും. ഇതാണ് വചനം പറയുന്നത്. പുറത്ത് സിംഹമുണ്ട്, അതെന്നെ കൊല്ലും. അതാണ് വചനം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അലസത പ്രിയപ്പെട്ടവരെ ഒരു തിന്മയാണ്. അപ്പോൾ നമ്മൾ ഈശോ പഠിപ്പിക്കുന്നത് കൂടി നമ്മൾ ധ്യാനിക്കണം. ഈശോ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഈശോയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ഈശോയെക്കുറിച്ച് പറയുന്നത് തച്ചൻ്റെ മകൻ എന്നാണ്. തച്ചൻ്റെ മകനല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈശോ അധ്വാനിച്ചു, ഈശോ വളർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അധ്വാനം ദൈവം ആശീർവദിക്കുന്നുണ്ട്, അധ്വാനത്തെ ദൈവം ആശീർവദിക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം 25 നമുക്കറിയാം താലന്തുകളുടെ ഉപമ. മത്തായിയുടെ സുവിശേഷം 25 പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ ഉപമ, മത്തായി 25 ആദ്യത്തെ ഉപമ 10 കന്യകമാരുടേതാണ്. രണ്ടാമത്തേത് താലന്തുകളുടേതാണ്. അതിനും ശേഷമാണ് ഈശോ അവസാന വിധിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 10 കന്യകമാരുടെ പ്രശ്നം എന്താ? 10 കന്യകമാർ അവർ വിവേകശൂന്യകളാണ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇതാ മണവാളൻ വരാൻ വൈകുന്നു, അതുകൊണ്ട് ഉറക്കമായി. മണവാളൻ വരാനുള്ള ആർപ്പുവിളി കേട്ടു, എഴുന്നേൽക്കാനുള്ള സ്വരമുണ്ടായി. അപ്പോൾ എഴുന്നേറ്റപ്പോഴാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവരുടെ വിളക്കിൽ എണ്ണയില്ല. സത്യം പറഞ്ഞാൽ ഉറങ്ങിയ സമയത്ത് പോയി മേടിക്കാനുള്ള ടൈമൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? ടൈം അവിടെ ഈ മണവാളൻ വൈകി എന്ന ഒരു യാഥാർത്ഥ്യം അവരുടെ മുമ്പിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും മണവാളൻ വരാനുള്ളൊരു സമയമായി. അപ്പോൾ ആ സമയത്ത് മണവാളൻ വന്നില്ല. അപ്പോൾ ആ മണവാളൻ വരാനുള്ളൊരു സമയമായപ്പോൾ പോലും അവർ നോക്കിയില്ല, എണ്ണയുണ്ടോ എന്ന് നോക്കിയില്ല. അപ്പോഴാണ് അനൗൺസ്മെൻറ്റ്, മണവാളൻ വരാൻ വൈകും. സത്യം പറഞ്ഞാൽ മണവാളൻ വരാനുള്ള സമയം കഴിഞ്ഞു. അപ്പോൾ അവർ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മണവാളൻ വരാൻ വൈകി. രണ്ടാമത് മണവാളൻ വൈകി വരുന്നു. ആ വൈകി വരുമ്പോഴും എന്താ സംഭവിക്കുന്നത്? അവരെഴുന്നേറ്റ്, അപ്പോഴാണ് അവർ വിളക്കിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വരുന്നത്. കണ്ടോ? അവരവിടുന്ന് പോരുമ്പോൾ എണ്ണ എടുത്തില്ല എന്നത്
ഒരു ഒരു എന്തെങ്കിലും കാരണം, അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായി, നമുക്കത് ഒരു ജസ്റ്റിഫിക്കേഷന് വേണ്ടി പറയാം, അവർക്ക് എന്തെങ്കിലും കാരണം ഉണ്ടായി. എന്നാൽ അവർ മണവാളിനെ സ്വീകരിക്കാനുള്ളൊരു സ്പേസിലെത്തി. ആൻഡ് അവരുടെ ഇപ്പോഴത്തെ ശ്രദ്ധ എന്താ? മണവാളൻ വരും, ഇതാണ് അവരുടെ ശ്രദ്ധ. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അതിന് വേണ്ടത്, പ്രധാനപ്പെട്ടത്, അത് അവന് കൊടുത്തേക്ക് നിർദ്ദേശം വിളക്ക് കത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും ആ വിളക്ക് നോക്കിയാലേ, ഒന്ന് കത്തിച്ച് ഒന്ന് ട്രൈ ചെയ്യാലേ. പക്ഷെ അപ്പോഴാണ് അനൗൺസ്മെൻറ്റ്, എന്ത്? വരാൻ കുറച്ചുകൂടി വൈകും. അവരെന്ത് ചെയ്തു? അവിടെ വെച്ചിട്ട് കിടന്നു. അവർ അത് നോക്കിയില്ല. അവിടെയാണ് അതിനെയാണ് എന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ അവർക്ക് വന്ന ഒരു തെറ്റിനെ തിരുത്താൻ ദൈവം സമയം കൊടുക്കുന്നുണ്ട്. അവർ പോരുമ്പോഴേ എണ്ണയായിട്ട് പോരേണ്ടതാ. അങ്ങനെ വന്നൊരു തെറ്റിനെ തിരുത്താൻ സമയം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ തെറ്റിനെ തിരുത്താനുള്ള ഇതുപോലും ഇല്ല. അതാണ് അത്രയും അലസതയുടെ ആത്മാവ്. അപ്പോൾ ഈ അലസതയുടെ ആത്മാവരിലുണ്ട്. അവർ ഉറങ്ങുകയായിരുന്നു. അവിടെ തീർന്നില്ല. ഇനി അടുത്ത ഉപമ പറയുന്നത് എന്തിനെക്കുറിച്ചാ? താലന്ത് കൊടുത്തിട്ട് പോകുന്നു, അല്ലേ? താലന്ത് കൊടുത്തിട്ട് പോകുന്നു. താലന്ത് കൊടുക്കുന്നു. ഇതാ 5 കിട്ടിയവൻ 5 കൂടി, 3 കിട്ടിയവൻ 3 കൂടി, 1 കിട്ടിയവൻ അത് കുഴിച്ചിട്ടു. അപ്പോൾ 5 കിട്ടിയവൻ 5 കൂടി ഉണ്ടാക്കുന്നു, 2 കിട്ടിയവൻ 2 കൂടി ഉണ്ടാക്കുന്നു, 1 കിട്ടിയവൻ കുഴിച്ചിടുന്നു. യേശു താലന്തിന് ഉപമ പറയുകയാണ്. അപ്പോൾ താലന്തിന് ഉപമ ഈശോ പറയുമ്പോൾ ഈശോ എന്താ പറയുന്നത്? 5 കിട്ടിയവൻ 5 കൂടി ഉണ്ടാക്കി. ഈ 1 കിട്ടിയവനോട് 5 ഉണ്ടാക്കാൻ പറയുന്നില്ല. അതാണ് മദർ തെരേസ പറയുന്ന കാര്യം. ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ എത്രത്തോളം വിജയിച്ചുവെന്നല്ല, നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നുവെന്നാണ് ദൈവം ചോദിക്കുന്നത്. നമ്മൾ എന്തോരം വിജയിച്ചുവെന്ന് ചോദിക്കുന്നില്ല ദൈവം. നമ്മൾ എത്രത്തോളം വിശ്വസ്തരായിരുന്നു ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ആ യജമാനൻ വരുമ്പോൾ യജമാനൻ നോക്കുന്നത് അവരെത്രത്തോളം ഒരു കുടുംബനാഥ എന്ന രീതിയിൽ നീ നിന്റെ കുടുംബത്തെ ഉയർത്താൻ, നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നീ എത്രത്തോളം അധ്വാനിച്ചു. അത് റെസ്പോൺസിബിലിറ്റിയാണ്. അത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ എത്രത്തോളം അതിനുവേണ്ടി പരാജയപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിൽ എത്തിയില്ല എന്നതല്ല. അവിടെ എന്താ അവൻ ചെയ്തത്? അവൻ അതിന് ന്യായീകരണം കണ്ടെത്തുന്നു. എനിക്ക് നിന്നെ ഭയമായിരുന്നു, അതുകൊണ്ട് നീ കാർക്കശക്കാരൻ. അവൻ ചെയ്യുന്ന കാര്യം അതാണ്. ഈ അലസതയുടെ പ്രത്യേകത അറിയാവോ? എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? 1, എല്ലാവർക്കും കുറവായിരുന്നു. ഉടനെ വരും ഉത്തരം. 2, ആ ടീച്ചറിന് പഠിപ്പിക്കാൻ അറിയാൻ പാടില്ല. എല്ലാ കുറ്റവും മറ്റുള്ളവരിലേക്ക് പോകും. അലസന്മാരുടെ പ്രത്യേകത, അവർക്കെല്ലാത്തിനും ന്യായീകരണം ഉണ്ടാകും. തിന്മ വരും. നമ്മൾ ആരാ കോപ്പി അടിക്കുന്നത്? എല്ലാം പഠിച്ചവൻ കോപ്പി അടിക്കുമോ? നെവർ. ഉറപ്പ്. കോപ്പി അടിക്കാൻ ഒരുത്തൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ മടിയനാണ്. ഉറപ്പാണ്. അപ്പോൾ കോപ്പി അടിക്കുക, കള്ളത്തരം ചെയ്യുക, അധ്വാനിക്കാതെ സമ്പാദിക്കുക, ഇത് വരുന്നു, ഈ സംഭവം വരുന്നു. അപ്പം മോഷ്ടിക്കരുത്, അല്ലേ? മോഷ്ടിക്കരുത് എന്ന കൽപ്പനയുണ്ട്. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കുക എന്ന് പറയുന്നു. അപ്പോൾ അല്ലേ, ഞാൻ പഠിച്ചു, ഒരു വിദ്യാർത്ഥി പഠിച്ചു, അവൻ്റെ അധ്വാനം, അവൻ്റെ വിയർപ്പാണ്. മറ്റൊരുത്തൻ രാവിലെ മുഴുവൻ വൈകുന്നേരം വരെ ഫേസ്ബുക്കിൽ, ട്വിറ്ററിൽ, ടെലിഗ്രാമിൽ വിത്തിരിക്കുന്നു. അത് നമ്മൾ ഓർത്ത് നോക്കിയേ, അലസത പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവരുടെ ഓരോ കാര്യത്തോട് അവർ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, വെറുതെ ഒരു ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ റീല് കാണുന്നു, ഒന്ന് ജസ്റ്റ് കണ്ടതാണ്, പിന്നെ അവൻ എഴുന്നേക്കുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വെറുതെ തോണ്ടി വിടും. അലസൻ്റെ തെളിവാണ്. ഓക്കെ, ഒരു കാര്യം കാണുന്നതല്ല പ്രശ്നം. ഇത് എത്രയോ പേരുടെ പ്രശ്നമാണ്. ഇത് ഞാനീ പറയുന്ന കുട്ടികളെക്കുറിച്ചല്ലല്ലോ, കുട്ടികളെക്കുറിച്ച് ഒന്നുമല്ല. ഈ അടുത്ത നാളിലൊരു വഴക്കുണ്ടായപ്പോൾ ഭാര്യ പറഞ്ഞതാ, അച്ഛാ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റി, ഞാൻ ഒന്ന് വെറുതെ ശ്രമിച്ചതാണ്. അപ്പം ഭർത്താവ് നോക്കുമ്പോൾ കുട്ടികളുടെ എന്തോ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. ഭർത്താവ് നോക്കുമ്പോൾ ലാസ്റ്റ് 2 hours ഇൻ ഫേസ്ബുക്ക്, ഇൻ ഓൺലൈൻ. അപ്പോൾ ഭാര്യ പറഞ്ഞൊരു സെൻറ്റൻസ്, ഓൺലൈനിൽ ഇല്ലായിരുന്നെന്ന് പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞ കാര്യം ഇതാണ്: ഞാനൊരു ചെറുതെന്ന് ഒന്ന് നോക്കിയതാണ്, പിന്നെ അങ്ങ് ഇരുന്ന് പോയി, അറിഞ്ഞില്ല 2 മണിക്കൂർ പോയത്. ദാറ്റ് ഈസ് എ സ്ലേവറി. അത് അടിമത്വമാണ്. ഈ അലസത കയറും.
അലസത കയറിയിട്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ചെലവഴിക്കും, ടൈം സ്പെൻഡ് ചെയ്യും. എന്നാൽ റെസ്പോൺസിബിലിറ്റി ചെയ്യില്ല. നമ്മൾ ചെയ്യില്ല. 2, അപ്പം നമ്മൾ ഓർക്കുക, ഈ കൽപ്പന, ഈ പാപം നമ്മൾ വരുമ്പോൾ നിർബന്ധമായിട്ടും 1, 7ാമത്തെ കൽപ്പന, 10ാമത്തെ കൽപ്പന തെറ്റും. മോഷ്ടിക്കുക, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കുക, അല്ലേ? പഠിച്ചിട്ടില്ല, ഇന്നലെ മുഴുവൻ കിടന്ന് ഉറങ്ങിയായിരുന്നു, പരീക്ഷയ്ക്ക് വന്നു, പിന്നെ നോട്ടം അവൻ്റെ പേപ്പറിലേക്കാണ്. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കുക. ഇതാണ് ഈ അലസതയുടെ ആത്മാവ് കയറിക്കഴിഞ്ഞാൽ അവൻ മറ്റുള്ളവരുടെ വസ്തു ആഗ്രഹിക്കാൻ തുടങ്ങും, ഇതിലേക്ക് വരും. അപ്പോൾ വചനം നമ്മളോട് പറയുന്നത്, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ് നമ്മൾ എത്രത്തോളം അധ്വാനിക്കുന്നു. ഞാൻ ചെയ്യുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ബിസിനസ്, ഞാൻ ചെയ്യുന്ന കൃഷി, അധ്വാനിക്കും. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാനൊരു വയനാട്ടിൽ ഒരു പോപ്പുലേഷൻ ധ്യാനം നടക്കുകയാണ്. വയനാട്ടിൽ ആ പോപ്പുലേഷൻ ധ്യാനം നടക്കുമ്പോൾ ഞാനൊരു കുടുംബത്തെ ശ്രദ്ധിച്ചു. അപ്പം അവർ പാലുമായിട്ടാണ് രാവിലെ 5:30 ധ്യാനം തുടങ്ങും. ഒരു പാലും വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ആ വീട്ടിൽ പോകാൻ, ആ വീട് സന്ദർശനം ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ചേട്ടൻ പറയുക, എൻ്റെ അച്ഛാ, അത് ആരും പോകാത്തൊരു കാട് പോലെ കിടന്നതാ, നിസാര വിലയ്ക്ക് അവരെടുത്തതാ. പക്ഷെ ഇന്ന് അതൊരു ഭയങ്കര തോട്ടമാണ്, ഇന്ന് നല്ലൊരു സ്ഥലമാണ്, ഇന്ന് 10-15 പശുക്കളുണ്ട്, 10-20 പശുക്കളുണ്ട്, എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, അവിടുത്തെ മൂത്ത മകള് മെഡിസിന് പഠിക്കുന്നു, രണ്ടാമത്തെ മകൻ +2 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ അപ്പനും അമ്മയും, അവർക്ക് പാല് ഒരു 8-10 പശുക്കൾ കറക്കുന്നുണ്ട്. ഇവർ രാവിലെ എഴുന്നേറ്റ്, എന്ന് വെച്ചാൽ 3 മണിക്ക് 5:30 ധ്യാനത്തിന് വരണം. എന്നിട്ട് 7:15 എന്നുവെച്ചാൽ 7 വരെ അവിടെ ഈ പാല് കൊണ്ടുപോയി കൊടുക്കുന്ന സൊസൈറ്റിയോ മറ്റോ ഉണ്ട്. അപ്പോൾ അത് 7 വരെ ഉള്ളൂ. അപ്പോൾ അവർക്ക് 7:30 കൃത്യം ഈ ധ്യാനം 7 മണിക്ക് കഴിയും. ഇവർ 2 പേരും കൂടി ഓടുകയാണ്. 2 പേരും കൂടി ഓടുന്നു, ഇവർ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ ചിന്തിച്ചു, ഒരു ദിവസം പോലും ധ്യാനത്തിന് താമസിക്കുന്നില്ല. വികാരിച്ചൻ പറഞ്ഞു, ഒറ്റ ദിവസം ഒരു കുർബാനയ്ക്ക് മുടങ്ങിയാല. പക്ഷേ ഒരു കാട്, ഒരു മുള്ള് പോലെ കിടന്ന, ഒരു കാട് പോലെ കിടന്ന പ്രദേശം അവരങ്ങേയറ്റം അവരത് മേടിച്ചു. അവർ മറ്റൊരു വ്യക്തിയെ നോക്കാതിരുന്നതാണ്. അപ്പം എന്നെ കൊണ്ടുപോയ ചേട്ടൻ, ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയ ചേട്ടനാണ് പറഞ്ഞത്, അച്ഛാ അത് ഇന്നവരേതാ, അവർ നോക്കാതെ കാട് പിടിച്ച് കിടന്നു വെച്ചാൽ ആ 1 ഏക്കർ സ്ഥലം ഇവർ മേടിച്ചു, ഇവരിത് ഇങ്ങനെയാക്കി. അവർ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛൻ ഞങ്ങളൊന്നും ഇല്ലാതെ വന്നാൽ, ഞങ്ങൾ 2 പേരും ഷെഡ് കെട്ടിയിട്ടാണ്. കാരണം പുള്ളി പറഞ്ഞതാണ്, അച്ഛാ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്കിഷ്ടപ്പെട്ടൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു, എന്നാൽ എൻ്റെ അപ്പനും സഹോദരങ്ങൾക്കൊന്നും അത് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്നതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ അത് സഭയുടെ ഇത് പ്രകാരമൊക്കെ തന്നെയാണ് വിവാഹം കഴിച്ചത്, അല്ലാതെ മോശമൊന്നും ചെയ്തില്ലച്ചോ, ഞാനത് വീട്ടുകാരുമായിട്ട് ആലോചിച്ചൊക്കെയാണ്. പക്ഷേ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ എനിക്ക് ഒരു സ്വത്തും നൽകിയില്ല. പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മേടിച്ചൊരു സ്ഥലം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മകളെ മെഡിസിൻ പഠിപ്പിക്കുന്നു, മോൻ പഠിക്കുന്നു, നല്ല ഒരു ഭംഗിയുള്ള അവർക്ക് താമസിക്കാൻ ഒരു നല്ല വീട് വെച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതാണ്, വെറും ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ച് ഇവിടെ കിടക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഈ സ്ഥലം വിറ്റവരുണ്ട്. വൈകുന്നേരം ഇവിടെ മൃഗങ്ങളോ വല്ലതോ വരുമെന്ന് ഓർത്ത് ഞങ്ങൾ അവിടെ പോയി കിടക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു 8 വർഷം ജീവിച്ചത്. അവരുടെ ചായ്പിൽ പോയി ഒരു കിടക്കാൻ ഞങ്ങൾക്ക് അനുവാദം നൽകി. കാരണം ഇത് ഷീറ്റാണ്, മഴ പെയ്താലൊന്നും കിടക്കാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. ഞങ്ങൾ അധ്വാനിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നല്ല ഒരു തോട്ടം പോലെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ പച്ചക്കറിയും, എല്ലാ കൃഷി വിഭവങ്ങളും കൊണ്ട് സമൃദ്ധമായൊരിടം. മക്കൾ നല്ല രീതിയിൽ പഠിക്കുന്നു, മെഡിസിന് പഠിക്കുന്ന മകൾ, കുടുംബം. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഈ രണ്ടു പേരും അവർ ഈ അധ്വാനത്തിൻ്റെ പേരിൽ ഒന്നിനോടും കോംപ്രമൈസ് കാണിക്കുന്നില്ല. അവർ ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം കൊടുക്കുന്നു, അവർ അധ്വാനിക്കുന്നു, അവർക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നതാണ്, അച്ചോ ആരോഗ്യം ഉണ്ടായാൽ മതി, ദൈവം അനുഗ്രഹിച്ചാൽ മതി, ഇത്രയും മതി. ദൈവം ഞങ്ങളുടെ അധ്വാനത്തെയും ഞങ്ങളുടെ പരിശ്രമത്തെയും അനുഗ്രഹിച്ചാൽ മതി, അതനുഗ്രഹിക്കും. അവർ പറഞ്ഞു, അച്ചോ ഞങ്ങൾ ഒരു കാര്യം പോലും ദൈവകൽപ്പനയ്ക്ക് വിരോധമായിട്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അലസത നമ്മൾ വരുമ്പോൾ നമ്മളിൽ ഡെഫിനറ്റായിട്ട് തിന്മ വരും. നമുക്ക് ആ കാര്യം നമ്മൾ അധ്വാനിക്കുക, അത് പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പ്രതിഫലം ദൈവം തരും.
അധ്വാനിച്ചാൽ, ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചാൽ, ഈ ബൈബിളിൽ ദൈവത്തോട് ചേർന്ന് അധ്വാനിക്കുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. പ്രതിഫലം ദൈവം തരും. കാരണം 6 ദിവസം അധ്വാനിച്ചു, 7 ദിവസം അവിടെ നിന്ന് വിശ്രമിച്ചു. എന്തിനാ വിശ്രമിച്ചതെന്ന് വചനം പറയുന്നുണ്ട്. എന്തിനാ വിശ്രമിച്ചത്? വിശ്രമിച്ചത് എന്തിനായിരുന്നു? വിശ്രമിച്ചത് അവിടുന്ന് അങ്ങനെ 7 ദിവസം അങ്ങനെ അവിടുന്ന് അധ്വാനത്തെ അനുഗ്രഹിക്കാനാണ്, അല്ലാതെ വിശ്രമമല്ല. ഈ എൻ്റെ 6 ദിവസത്തെ, അതാണ് നമ്മൾ ദൈവകൽപ്പനകൾ തെറ്റിച്ചുകൊണ്ടുമാകരുത് അധ്വാനിക്കേണ്ടത്. അത് നമ്മൾ അടുത്ത മൂലപാപത്തെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ കാണും. ആർത്തി എന്നതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, ഗ്രീഡ് എന്നതിനെക്കുറിച്ച് കാണുമ്പോൾ നമ്മൾ കാണും. എന്ന് വെച്ചാൽ ദൈവകൽപ്പന തെറ്റിച്ചുകൊണ്ടുമാകരുത് നമ്മുടെ അധ്വാനം. നമ്മുടെ അധ്വാനം ദൈവ കൽപ്പനകൾക്ക് കീഴിൽ. എന്നാൽ ഓർക്കണം, അലസത പ്രിയപ്പെട്ടവരെ നമ്മളെ തകർക്കുന്നൊരു പാപമാണ്. അലസത ജീവിതത്തെ തകർക്കുന്നൊരു പാപമാണ്. അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞ കാര്യം, ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തോരം വിജയിച്ചു എന്നതല്ല, ഞാൻ എത്രത്തോളം വിശ്വസ്തയായിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ ഇത് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പക്ഷെ ഒരുപാട് അധ്വാനിക്കുന്നവർ ഒക്കെയുണ്ട്. എങ്കിലും നമ്മൾ ചിന്തിക്കുക, കുട്ടികൾ ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ മാതാപിതാക്കളുടെ അധ്വാനത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി, നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ എത്താൻ വേണ്ടി അധ്വാനിക്കുന്ന മാതാപിതാക്കൾ, കഠിനാധ്വാനം ചെയ്ത മാതാപിതാക്കൾ, അങ്ങനെ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ഇന്ന് അനേകം കുട്ടികളിൽ ഈ അലസത വരുന്നു. ഈ സോഷ്യൽ മീഡിയ ഇതിൻ്റെയൊക്കെ പിന്നിലേക്ക് പോകുന്നു. അലസത നമ്മൾ വരുമ്പോൾ മറ്റു തിന്മകൾ കൂടി നമ്മൾ മറ്റ് തിന്മകളിലേക്ക് സോഷ്യൽ മീഡിയ, അതുവഴിയുള്ള സൗഹൃദങ്ങൾ, അതുവഴിയുള്ള ബന്ധങ്ങൾ, അതുപോലെ ലഹരി, ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അതിൽ റെസ്പോൺസിബിൾ അല്ല. നമ്മൾ പഠിക്കുന്ന കാര്യത്തിൽ കാരണം ഇന്നിപ്പോൾ പഠിക്കാൻ അത്രയുണ്ട്. ഈ പഠിക്കുന്ന കാര്യത്തിൽ റെസ്പോൺസിബിളായ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് സുഹൃത്തുക്കളുമായിട്ട് വെറുതെ സമയം പാഴാക്കാൻ പറ്റുന്നത്? പഠിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തത കാണിക്കുന്ന ഒരു കുട്ടിക്ക് അത്രയും പഠിക്കാനുണ്ട്. പഠിക്കുന്നവർ പറയുന്നത് പഠിച്ച തീരുന്നില്ലെന്നാ. അപ്പോഴാണ് ചിലവന്മാർ ഉഴപ്പി നടക്കുന്നത്. അപ്പോൾ പഠിക്കാൻ അത്രയും ഉണ്ട്, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇതുണ്ട്. പക്ഷെ അതിനോട് റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ തിന്മയുടെ കാര്യങ്ങളെല്ലാം വരുന്നത്. അതിനാൽ നമ്മൾ കൂടുതൽ അധ്വാനശീലരാവുക, ഉത്സാഹശീലരാവുക, ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ അധ്വാനം അത് വിശുദ്ധീകരിക്കുവാനും, നമ്മളുടെ ജീവിതത്തിലെ മടി, അലസത അതിൽ നിന്ന് വെളിയിൽ വരുവാനുമുള്ള ഒരു കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഈ ആരാധനയിൽ നമ്മളുടെ ഈ ഒരു സ്വഭാവം, മടി, അലസത ഇതുണ്ട് എങ്കിൽ ഈ മേഖലയിൽ ഒരു വിടുതൽ കിട്ടുവാനും, നമ്മളായിരിക്കുന്ന പഠന, ജോലി, വ്യവസായ, കൃഷി മേഖലകളിൽ നമ്മൾ അധ്വാനശീലരാകുവാനും കൃപ നൽകണമേ. ഇതാണ് നമ്മളുടെ പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും യേശുവേ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൽ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഈശോയിലേക്ക് ക്ഷണിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. 28-ാമത്തെ വചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. ഈശോ നമ്മളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരിക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധ്വാനത്തെ അറിയുന്ന, ആശീർവദിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പനയായി ഇത് നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഒരു കൽപ്പന പോലെ പൗലോസ്ലീഹ പറയുകയാണ്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ അധ്വാനത്തെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കാം. അനേകം പേരിൽ പിശാച് കടന്നു വരുന്നൊരു വഴിയാണ് അലസത. നമുക്ക് വിടുതൽ ലഭിക്കേണ്ടത് ഈ അലസത എന്ന ഈ മൂല പാപത്തിൽ നിന്നാണ്. വചനം പറയുന്നു, അലസതയെക്കുറിച്ച് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും, അലസൻ അടിമവേല ചെയ്യുവാനിടവരും. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ
അലസന്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ്. അതിനാൽ നമ്മൾ അധ്വാനിക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോട് എത്രത്തോളം നമ്മൾ വിശ്വസ്തരായിരിക്കുന്നു. അന്ത്യവിധിയെക്കുറിച്ചും അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ചുമുള്ള ഏറ്റവും കൂടുതൽ പ്രബോധനങ്ങൾ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 25 നമ്മൾ ധ്യാനിച്ചു. ആ കന്യകമാര് അവരലസരായിരുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ താലന്തിനുപമ, ഒരു താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിട്ടു. അവൻ ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അലസത നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മളെ മാറ്റുന്ന ഒരു തിന്മയാണ്. അതിനാൽ അലസത ഒരുപാട് പേരിൽ കടന്നു വരുന്നു. ഒരു കുടുംബനാഥനെ ഒരു കുടുംബം ദൈവം ഏൽപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കുടുംബനാഥനെ ദൈവം സ്വപ്നം കാണുന്നുണ്ട്. ഒരു കുടുംബത്തെ ഒരു കുടുംബനാഥൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ, ഒരു മക്കളെ ഒരു അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന മാതാപിതാക്കളെ ദൈവം സ്വപ്നം കാണുന്നുണ്ട്. അപ്പം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളോട് വിശ്വസ്തത കാണിക്കുക, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് വിശ്വസ്തത കാണിക്കുക. ഞാനൊരു കുടുംബനാഥനാണെങ്കിൽ ആ കുടുംബത്തോട്, മക്കളോട്, ജീവിത പങ്കാളിയോടുള്ള ഉത്തരവാദിത്തം. ഞാൻ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ പഠന മേഖലയോടുള്ള വിശ്വസ്തത. ഞാൻ ഒരു പുരോഹിതനാണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തോട്, എൻ്റെ പൗരോഹിത്യത്തോടുള്ള വിശ്വസ്തത. ഞാനൊരു സമർപ്പിതയാണെങ്കിൽ ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ എത്രത്തോളം വിശ്വസ്തരായിരിക്കുന്നു എന്നത് വചനം നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ എത്രത്തോളം വിശ്വസ്തരാണ് എന്നത് ദൈവം ചോദിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇപ്പം ദൈവം വിളിക്കുന്നത്, യേശു വിളിക്കുന്നത് പോലും ഈ അധ്വാനിക്കുന്നവരെയാണ്. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ഈ അലസത എന്ന തിന്മ നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, ജോലി, ബിസിനസ് മേഖലകളിൽ ഈ അലസത എന്ന പാപം നമ്മളിലുണ്ട് എങ്കിൽ അത് മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അലസതയിലൂടെ നമ്മളിലേക്ക് വരുന്ന തിന്മ, നമുക്ക് അധ്വാനിച്ച് നമ്മളൊന്നും ഉണ്ടാക്കുന്നില്ല, മറ്റൊരാൾക്ക് അവകാശപ്പെട്ടത് നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കും, മോഷ്ടിക്കുവാൻ, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് ആഗ്രഹിക്കുക, ഇങ്ങനെയുള്ള കൽപ്പനകളുടെ ലംഘനം ഇതുവഴി നമ്മളിൽ വരും. നമുക്കൊരു നിമിഷം ഈ മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുപോകുവാൻ കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാപ്പീകൂ ദൈവമേ, മാപ്പരുൾക, മാലിന്യമെല്ലാം അകറ്റിടുക. മാപ്പേകൂ ദൈവമേ, മാപ്പരുൾക, മാലിന്യമെല്ലാം അകറ്റിടുക. ആ യജമാനൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദിവസം മുഴുവനും അലസരായി കഴിയുന്നത് എന്തുകൊണ്ട്? അവരുടെ മറുപടി ഇതാണ്, ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട്. ഇതാണ് അവർ പറഞ്ഞ ആൻസർ.
അനേകം പേര് ദുഃഖിക്കുന്നൊരു മേഖലയാണ്. പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച മേഖലയിൽ തന്നെ ഒരു ജോലി സ്ഥിരപ്പെടുന്നില്ല. പഠിച്ചു കഴിഞ്ഞിറങ്ങിയിട്ട് വർഷങ്ങളായി ഒരു ജോലിയിൽ എത്തിയിട്ടില്ല. വിദേശത്തേക്കൊക്കെ പോകുവാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധ്യമാകുന്നില്ല. വിദേശത്ത് എത്തി, ഒരു പക്ഷേ ഒരു സ്റ്റുഡൻസ് വിസയിൽ വിദേശത്തെത്തി, പക്ഷെ ജോലിയാകുന്നില്ല. അങ്ങനെ ജോലിയില്ലാത്തത് മൂലം വേദനിക്കുന്ന, എൻ്റെ കുടുംബത്തിൽ ഒരു വരുമാന മാർഗമില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്, എന്നാൽ ഒരു വരുമാന മാർഗമില്ല. ഈ നിമിഷം ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ യജമാനോനോട് അവർ പറഞ്ഞ മറുപടി ഇതാണ്. മറുപടി എന്താണ്? ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട്. അവനോട് യജമാനൻ പറഞ്ഞ ഉത്തരം ശ്രദ്ധേയമാണ്. നീ തോട്ടത്തിലേക്ക് ചെല്ല്, ന്യായമായ ജസ്റ്റ് വേജ്, ജസ്റ്റ് സാലറി, ന്യായമായ കൂലി നിനക്ക് തരാം. ഈ നിമിഷം നമുക്ക് ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ ഒരു ജോലിയില്ല, ഒരു ജോലി കൊടുക്കാൻ ആരുമില്ല, ഒരു വേലയില്ല, അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരു പക്ഷെ ഇപ്പോൾ എന്നെ ഈ ശുശ്രൂഷയിൽ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിനൊരു വരുമാന മാർഗമില്ല. ഈ നിമിഷം പ്രാർത്ഥിക്കുക. ഈ നിമിഷം ആ ഭൃത്യനോട് പറഞ്ഞ ആ യജമാനൻ പറഞ്ഞ കാര്യം ഇതാ, നീ അങ്ങോട്ട് ചെല്ല്. ദൈവമേ, ഈ നിമിഷം ജോലിയില്ലാത്ത മക്കൾക്ക് ഒരു ജോലിയുടെ മേഖല നീ തുറന്നു കൊടുക്കണേ. ഒരു ജോലിയുടെ മേഖല നീ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന്. 2, ന്യായമായ കൂലി. അത് കിട്ടാത്തത് മൂലം വേദനിക്കുന്നവരുണ്ട്. 3 മാസം 4 മാസം മാസങ്ങളായി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു, പക്ഷെ ഇപ്പോഴും ന്യായമായ കൂലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ന്യായമായ കൂലി കിട്ടാത്തതിൻ്റെ പേരിൽ അവർ ഇത്രയും നാൾ ജോലി ചെയ്തു, ന്യായമായ കൂലി കിട്ടാത്തതിൻ്റെ പേരിൽ സമരം ചെയ്യേണ്ടി വരുന്ന മക്കളെ, കുടുംബത്തെ ഇട്ട് തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്നവരുടെ നാടാണ് നമ്മുടേത്. അവർ ജോലി ചെയ്തതാണ്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിച്ചതാണ്. ന്യായമായ കൂലി കൊടുക്കാമെന്ന് പറയുന്നൊരു യജമാനൻ, എന്നാൽ കുറേ മാസങ്ങളായിട്ട് ജോലി ചെയ്തിട്ടും ന്യായമായ കൂലി കിട്ടാത്തതിൻ്റെ പേരിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഗണം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരുപാട് പേരുണ്ട് വിദേശങ്ങളിൽ ജോലി ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് പണം കിട്ടാതെ, ജോലി ചെയ്ത കൂലി കിട്ടാതെ വേദനിക്കുന്നവർ. നമുക്കിപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഒരാൾ ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവൻ്റെ പ്രതീക്ഷ ആ കിട്ടുന്ന കൂലി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവൻ കുടുംബത്തെക്കുറിച്ച് പല നല്ല സ്വപ്നങ്ങളും കാണുന്നത്. എന്നാൽ അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള ദുഃഖം അത് വിവരിക്കാൻ പറ്റുന്നതിലും അധികമാണ്. പല കാര്യങ്ങളും അവൻ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കിട്ടാൻ പോകുന്ന വരുമാനത്തെ ആശ്രയിച്ചാണ്. എത്രയോ പേര് ജോലി ചെയ്തിട്ട് കൂലി കിട്ടാത്തവരുണ്ട്, ന്യായമായ കൂലി കിട്ടാത്തവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. ഈശോയെ, ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വരുമാന മാർഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കടബാധ്യതയുള്ള കുടുംബങ്ങളെ യേശുവെ സമർപ്പിക്കുന്നു. കടബാധ്യതയുള്ള കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ. സാമ്പത്തിക കടബാധ്യതയുടെ പേരിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബങ്ങൾ, സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നടക്കാതിരിക്കുന്ന കുടുംബങ്ങൾ, ജീവിതത്തിൽ നടക്കേണ്ട ആവശ്യ കാര്യങ്ങൾ നടക്കാത്ത കുടുംബങ്ങൾ, ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈശോയെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പ്രത്യേകം ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത ചെറുപ്പക്കാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ജോലി ലഭിക്കുവാനുള്ള പരീക്ഷകൾ, IELTS, OIT ഇതുപോലുള്ള എക്സാംസ് എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം നമുക്ക്
ഈ നിയോഗങ്ങളെ, പ്രത്യേകിച്ച് ജോലിയില്ല, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഒരു ന്യായമായ കൂലിയുള്ള, ന്യായമായ വേതനമുള്ള, ന്യായമായ സാലറിയുള്ള ഒരു ജോലി ലഭിക്കുവാൻ യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ജോലി ചെയ്തിട്ടും കൂലി കിട്ടാത്തവരെ, അതിനെ ഓർത്ത് ദുഃഖിക്കുന്നവരെ യേശുവെ സമർപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവം അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു. ദൈവം അത്ഭുതങ്ങൾ നമ്മിൽ ചെയ്തിടുന്നു. നമുക്ക് ഈശോ പഠിപ്പിക്കുക, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക. പ്രിയപ്പെട്ടവരെ, പഠിക്കുന്ന മക്കളെ സമർപ്പിച്ചൊരു നിമിഷം പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ മടി, അലസത അനേകം പേരുടെ ഭാവി, നന്മ, സാധ്യതകൾ ഇല്ലാതാക്കുന്നു. ഈ അലസത എന്ന പാപം, ഈ മൂലപാപം നമ്മളിലുണ്ട് എങ്കിൽ ഈ നിമിഷം അത് കൊടുത്ത് പ്രാർത്ഥിക്കുക. ഒരു കാര്യവും കൃത്യസമയത്ത് ചെയ്യില്ല, ഒരു കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യില്ല. എല്ലാ കാര്യങ്ങളിലും എക്സ്ക്യൂസ്, എല്ലാ കാര്യങ്ങളിലും ഒഴിവെടുക്കാൻ ശ്രമിക്കും. നമ്മൾ കണ്ടതാണ്. എന്നിട്ട് എൻ്റെ കുറവ്, എൻ്റെ മടി, അലസത, ഇതുമൂലമുണ്ടായ എൻ്റെ കുറവ് മറച്ചു വയ്ക്കാൻ മറ്റുള്ളവരെ, മറ്റു സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തും. ഒരു പക്ഷെ കള്ളം പറയും, ഒരു പക്ഷെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കും. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ മടി, അലസത വഴി നമ്മളിൽ വരുന്ന പാപമാണ്. അതിനാൽ ഈ ഒരു തിന്മ നമ്മളിലുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ഈ ഒരു തിന്മ നമ്മളിലുണ്ടോ? ഞാൻ എത്രത്തോളം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മൾ എത്രത്തോളം അതിൽ സക്സസ് ആണ്, ആ ഉത്തരവാദിത്വത്തിൽ വിജയിച്ചു എന്നതല്ല, എത്രത്തോളം സിൻസിയറാണ്, എത്രത്തോളം വിശ്വസ്തരാണ് എന്നതാണ്. ഞാൻ എനിക്കുള്ള പഠിക്കാനുള്ള കഴിവ്, എനിക്കുള്ള പഠിക്കാനുള്ള സമയം, ഇത് പൂർണ്ണമായും വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതിനപ്പുറത്തെ സക്സസ്, വിജയം, അത് ദൈവത്തിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ കൃഷി, ഇതിനോട് എത്രത്തോളം വിശ്വസ്തത കാണിച്ചു, എത്രത്തോളം ദൈവത്തോട് ചേർന്ന് അധ്വാനിച്ചു, ഇതാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ അടുത്തത്, അതിൻ്റെ നന്മ, അത് ദൈവത്തിൽ നിന്ന് വരുന്നു. അതിനാൽ നമുക്കൊരിക്കൽ കൂടി ഈ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഉത്സാഹത്തോടെ, എല്ലാ കാര്യങ്ങളും ഉത്സാഹത്തോടെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാനുള്ള കൃപ. പ്രത്യേകിച്ച് ഒരുപാട് മാതാപിതാക്കളുടെ കംപ്ലൈൻറ്റ്, മക്കൾ പഠിക്കുന്നില്ല, ഉഴപ്പാണ്, അല്ലെങ്കിൽ ടൈം യൂസ് ചെയ്യുന്നില്ല, TV, എപ്പോഴും മൊബൈലിലാണ്, ഇങ്ങനെ. അതുപോലെ നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയ, മൊബൈൽ, അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മടിയുടെ ഒരു ലക്ഷണങ്ങളിലൊന്നാണ്. അത് പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്.
അതിനാൽ ഈ മേഖലയിൽ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ജോലി ഇല്ല, പഠിച്ചു കഴിഞ്ഞിട്ട് അതേ ഫീൽഡിൽ, അതേ മേഖലയിൽ, അതേ പ്രൊഫഷനിൽ ജോലി ആയിട്ടില്ല, സമർപ്പിക്കുക. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുക. ജോലി ചെയ്തിട്ട് കൂലി ലഭിച്ചിട്ടില്ല, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവരെ സമർപ്പിക്കുക. കടബാധ്യതയുള്ള കുടുംബങ്ങളെ ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28 അഭിഷേകമായിട്ട് മാറട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയെയും, കുടുംബത്തെയും, ഓരോ അധ്വാനത്തെയും ഈശോ ആശീർവദിക്കട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ,